എന്ത് വികസനം കൊണ്ടുവന്നാലും അതിനെതിരെ മുട്ടാപ്പോക്ക് നയങ്ങൾ പറയുന്ന സഖാക്കന്മാരുടെ മറ്റൊരു മുട്ടാപ്പോക്ക്. ഇത് എം.എ. ബേബിയുടെ ഒരു പോസ്റ്റാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അത് വളരെ മോശമാണ്, അത് രാജ്യത്തെ ഒരുപാട് ദ്രോഹം ചെയ്യും, അത് മുന്നോട്ട് പോയാൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ആ പോസ്റ്റിലെ വരികൾ വായിക്കാം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ എതിർക്കുക. ഇന്ന് ഒപ്പുവെച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ FTA കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോളിറ്റ് ബ്യൂറോ എതിർക്കുന്നു. ഈ കരാർ ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ യൂറോപ്യൻ യൂണിയന് മൊത്തത്തിൽ കീഴടങ്ങുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം EU-വിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ ഒഴിവാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യും. ഓട്ടോമൊബൈലുകൾ 110% മുതൽ 40% വരെ കുറവ്, ഇരുമ്പ് ഉരുക്ക് 22% മുതൽ 0% വരെ കുറവ്, ഫാർമസ്യൂട്ടിക്കൽസ് 11% മുതൽ 0% വരെ കുറവ്, വൈനുകളും സ്പിരിറ്റുകളും 150% മുതൽ 40% വരെ കുറവ്, സംസ്കരിച്ച ഭക്ഷണങ്ങൾ 50% മുതൽ 0% വരെ, ആട്ടിറച്ചി 33% മുതൽ 0% വരെ കുറവ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയും കുത്തനെയുള്ള താരിഫ് ഇളവുകൾ കാരണം ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ, മെഷീനറി വ്യവസായങ്ങളെ ഇത് സാരമായും പ്രതികൂലമായും ബാധിക്കും എന്നാണ് സഖാവിന്റെ കണ്ടെത്തൽ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി 107.6% വളരുമെന്ന് EU തന്നെ പ്രവചിക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ മെഷീനറികൾ മുതലായവയിലെ ഇറക്കുമതിയെ സ്വാധീനിക്കുന്നതിനാൽ ഇത് തൊഴിലവസരങ്ങളെ പ്രതികൂലമായി ബാധിക്കും. കാറുകളുടെയും വൈനുകളുടെയും വില കുറയുന്നത് സമ്പന്നർക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതേസമയം താരിഫ് ഇളവുകൾ തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ഉപജീവന മാർഗം തകർക്കും. കൂടാതെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തെ ഒരു പ്രധാന ഗതാഗത കേന്ദ്രമായി നിയോഗിക്കുന്ന ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ശക്തിപ്പെടുത്തുക എന്നതാണ് FTAയുടെ ലക്ഷ്യം. ലോകം മുഴുവൻ ഇസ്രയേലിനെ വർണ്ണവിവേചന രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും ഗാസയിലെ വംശഹത്യ ആക്രമണത്തിന് ഉപരോധം നേരിടണമെന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ഈ FTAയിലൂടെ ഇസ്രയേലുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുന്നു. ഇത് നിന്ദ്യമാണ്, അനുവദിക്കാൻ പാടില്ല. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളിലും ഇന്ത്യൻ കർഷകരുടെയും തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ നിരന്തരം ത്യജിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പൂർണ്ണരൂപം പാർലമെന്റിന്റെ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന് മുൻപ് സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്നും സമഗ്രമായ ചർച്ച ഉറപ്പാക്കണമെന്നും CPIM ആവശ്യപ്പെടുന്നു. ഈ സർക്കാർ ഒപ്പിട്ട എല്ലാ ജനവിരുദ്ധ സ്വതന്ത്ര വ്യാപാര കരാറുകളും റദ്ദാക്കുകയും കർഷകരുടെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, പല വികസന പദ്ധതികൾ വരുമ്പോഴും നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു ഉദാഹരണമാണ് കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് വികസനത്തെ തകർക്കുമെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ അവരുടെ മക്കളെയൊക്കെ വിദേശത്തൊക്കെ വിട്ട് IT മേഖലയിലൊക്കെ വളരെ പ്രഗത്ഭരാക്കിയ പല രാഷ്ട്രീയ നേതാക്കൾ, സഖാക്കന്മാർ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇത് എന്തിനും ഏതിനും മുട്ടാപ്പോക്ക് പറയുന്ന അതേ നയം തന്നെയാണ് ഇവിടെയും ബേബി സഖാവ് തുടർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.